പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ പേരിൽ ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായി പരാതി. അംഗങ്ങൾ അറിയാതെ തങ്ങളുടെ പേരിൽ വായ്പകൾ എടുക്കുകയായിരുന്നു. അബ്ദുൽ അസീസ് എന്നയാളുടെ വസ്തു ഈടുവെച്ച് 12 പേരുടെ പേരിലാണ് ലോൺ തരപ്പെടുത്തിയത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. 30 ലക്ഷം രൂപ പോയിട്ട് 1 ലക്ഷം രൂപ പോലും തികച്ച് കണ്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ ഒരു 3 പ്രാവശ്യം അറ്റാക്കും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. ഈ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ഈ ജന്മം എനിക്ക് കിട്ടിയാൽ പോലും കഴിയില്ല. ഞാൻ അങ്ങനെ ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുക്കണം, നമ്മുടെ തമ്പ് ചോദിക്കണം. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ല. സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്തവരുടെ പേരിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഒരു വസ്തു ഈടുവെച്ച് ഓരോരുത്തരുടെയും പേരിൽ 20 ലക്ഷം രൂപ ലോൺ എടുത്താണ് തട്ടിപ്പ്. പെരുമ്പാവൂർ ചേലക്കുളം സ്വദേശി അബ്ദുൽ അസീസ് എന്നയാളുടെ വസ്തു ഈടുവെച്ച് സഹകരണ ബാങ്കിലെ 12 അംഗങ്ങളുടെ പേരിലാണ് ലോൺ എടുത്തിരിക്കുന്നത്. ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ജപ്തി നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിയുന്നത്. ലെനിൻ അർബൻ ബാങ്കിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അതിപ്പം പലിശ ചേർത്ത് ഒരു 30 ലക്ഷം രൂപ അടയ്ക്കണം എന്നാണ് പറയണത്. അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ആളുടെ സ്ഥലം പണയപ്പെടുത്തി ലെനിൻ എടുത്ത കാശാണ്. അത് എത്രയും വേഗം അടയ്ക്കണം എന്ന് പറഞ്ഞു. പരാതിക്കാരിൽ പലർക്കും സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ബാങ്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല. ബാങ്കിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ അംഗത്വം എടുത്തിരുന്നത്. ഞാൻ ആ ബാങ്കായിട്ട് ഒരു ബന്ധമില്ല. ഒരു 10-20 വർഷം മുമ്പ് ES രാജനൊരു ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു ബന്ധം മാത്രമേ ഈ ബാങ്കായിട്ടുള്ളൂ. ഞാൻ 2013 വാടകയ്ക്ക് കിടക്കണവനാണ്. 2020 വരെ വാടക വീട്ടിലാണ്. അപ്പോൾ ഈ അർബൻ ബാങ്കിൽ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമല്ലോ, അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണ് ഞാൻ എൻ്റെ അടുത്ത് രാജൻ സാറോ അല്ലെങ്കിൽ അബ്ദുൽ അസീസൊന്നും എൻ്റെ അടുത്ത് എന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഒപ്പ് ഇടിച്ചിട്ടില്ല നിലവിൽ. പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രാജന്റെ ഒത്താശയിലാണ് വായ്പാ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. വൻ അഴിമതിയാണ്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം 150-200 കോടിയോളം ഇവിടുന്ന് വെട്ടിച്ചിട്ടുണ്ട്. ഈ രാജൻ ഇരുന്ന കാലത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതേസമയം വായ്പാ തട്ടിപ്പിനെതിരെ പരാതി ഉയർന്നതോടെ അബ്ദുൽ അസീസ് എന്നയാൾ രംഗത്തെത്തുകയും ലോണുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇരകൾ. ക്യാമറമാൻ മനുകൃഷ്ണക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.